ഹായ്, ഒരു 50,000 റുപ്പീസിന് നമ്മുടെ വീട് സോളാറൊക്കെ എങ്ങനെയുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതാണ് കാര്യം. അതായത് ഒരു 50,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട് സോളാറാക്കി എടുക്കാം. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോരോളപ്പിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ എക്യുപ്മെന്റ്സ്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം സോളാർ പാനലാണ്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 ഉള്ളിൽ വരുന്ന ഒരു സോളാർ പാനലാണ്. അതായത് ലൂം സോളാർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബൈഫേഷ്യൽ ഹാഫ് കട്ട് മോണോപെർക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സോളാർ പാനലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 450 വാട്ട്സ് ആണ് ഇതിന്റെ വൺ സൈഡിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവറിന്റെ കപ്പാസിറ്റി. ഈ സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് സൈഡിൽ നിന്ന് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അതായത് ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പൊ ബോട്ടം ഏകദേശം 20% എക്സ്ട്രാ പവർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടോട്ടല് ഏകദേശം ഒരു 530 വാട്ട്സ് ഒരു പാനലിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടല് 2 പാനലുകളാണ്. അപ്പോൾ സെയിം 2 പാനലാണ്, പുതിയ മോഡൽ പാനലാണ്, ഹാഫ് കട്ടാണ്, നല്ല പവർ എഫിഷ്യൻസി ഒക്കെ നൽകുന്ന നല്ലൊരു പാനൽ തന്നെയാണത്. നെക്സ്റ്റ് നമുക്ക് അതിന് ആവശ്യമുള്ള മറ്റൊരു ഘടകം ഇതിന്റെ DC വയറാണ്. അതായത് സോളാർ പാനലിൽ നിന്ന് നമ്മുടെ ഈ എക്യുപ്മെന്റ്സിലേക്ക് പവർ എത്തിക്കാനുള്ള DC വയറാണ്. അത് ഞാൻ ഏകദേശം ഒരു 15 മീറ്റർ വയർ 10 സ്ക്വയർ mm വാങ്ങിയിട്ടുള്ളത്. ലൂം സോളാർ സൈറ്റിൽ നിന്ന് തന്നെയാണ് അതും മേടിച്ചത്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ സോളാർ പാനലിലത്തെ പവർ നമ്മുടെ UPS-ലേക്ക് അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് എത്തണമെങ്കിൽ ഇതിനൊരു കൺവെർട്ടറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ കൺവെർട്ടറാണ് ഈ ഇരിക്കുന്നത്. ഇത് MPPT എന്ന് പറയും. നമ്മളിത് മേടിച്ചിരിക്കുന്നത് ആശ പവർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ MPPT ആണ്. നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു MPPT ആണിത്. അതായത് നമുക്ക് ഇതില് സോളാർ പാനലിൽ നിന്ന് വരുന്ന പവറിന്റെയും നമുക്ക് കിട്ടിക്കുന്ന യൂണിറ്റ്, അതുപോലെ ബാറ്ററി വോൾട്ട്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഈ ഒരു MPPT. ഞാൻ 2 വർഷമായി ഇത് ഉപയോഗിക്കുന്നു. എനിക്ക് ഇതുവരെ ഒരു രീതിയിലുള്ള ഹെഡേക്കും ഈ ഒരു പ്രൊഡക്റ്റ് നൽകിയിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 50,000 പ്രൊജക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് പ്രധാനമായും നമ്മുടെ വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടായിരിക്കണം. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റില് സോളാർ സിസ്റ്റത്തിലേക്ക് നമ്മുടെ വീടിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ അടുത്ത് ഈ ഇൻവെർട്ടർ സിസ്റ്റം ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ ഇൻവെർട്ടറും കൂടി എത്ര ചെലവ് വരുന്നു അതും നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇതേ വീഡിയോയില് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഈ 50,000 നമുക്ക് വീട്ടിലെ ഇൻവെർട്ടർ കൺവെർട്ട് ചെയ്യണ മെത്തഡാണ് പറയുന്നത്. സോളാർ പാനലിന്റെ കോസ്റ്റ് വന്നിട്ട് ഏകദേശം ഇപ്പോഴത്തെ ഓൺലൈൻ വില വന്നിട്ട്, ഓൺലൈൻ സൈറ്റിലെ വില വന്നിട്ട് 29,000 ചേഞ്ച് ആണ്. പിന്നെ നമ്മുടെ DC കേബിൾ 15 മീറ്റർ DC കേബിൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. 10 സ്ക്വയർ mm ആണ്. അപ്പോൾ എല്ലാവർക്കും 10 സ്ക്വയർ വേണ്ടി വരില്ല. നമ്മുടെ സോളാർ പാനൽ ടു ചാർജിങ് സിസ്റ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്ക് ഇനിയും കുറവ് തിക്നെസ്സിലുള്ള കേബിളുകൾ ഉപയോഗിക്കാം. 4 സ്ക്വയർ ഉണ്ട്, 6 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലെ 10 സ്ക്വയർ ആണ് വാങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് സോളാർ പാനൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് 10 സ്ക്വയറിലേക്ക് പോയത്. 10 സ്ക്വയർ mm 15 മീറ്ററിന് എനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് വന്നിട്ട് 4,800 റുപ്പീസ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ പാനലുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ 2 കണക്ടർ ആവശ്യമുണ്ട്. അതിന് വന്നിട്ട് ഏകദേശം 500 റുപ്പീസ് ആണ്. 2 കണക്ടറുകളാണ് വരുന്നത്. ജോഡി 500 റുപ്പീസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ MPPT ആണ്. MPPT കോസ്റ്റ് അറൌണ്ട് 10,000 റുപ്പീസ്. അത് പല ടൈപ്പിലുള്ള പല വേരിയന്റിലുള്ള MPPT ഉണ്ട്. അത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അറിവുള്ളവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം MPPT സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും സംഭവത്തിന് നമുക്ക് ഏകദേശം കോസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ സ്വിച്ചുകൾ, കാര്യങ്ങൾ, DC DB ഉണ്ട്. പിന്നെ പ്ലഗുകൾ, കാര്യങ്ങൾ, പ്ലഗ് ബോക്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കൂടെ ഒരു 2,000 റുപ്പീസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏകദേശം കോസ്റ്റ് വന്നിട്ടുള്ളത് 47,061 റുപ്പീസ് ആണ്. ഇത്രയും എക്യുപ്മെന്റ്സിന് നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ സിസ്റ്റത്തെ നമുക്കൊരു സോളാർ സിസ്റ്റം ആക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഇതിന് നിറവേറ്റാൻ കഴിയും. ഞാൻ ഈ സോളാർ സിസ്റ്റം എന്റെ വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് 1,800 റുപ്പീസോളം വന്നിരുന്ന കറണ്ട് ബില്ല് ഈ സോളാർ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഏകദേശം ഒരു 600-700 റേഞ്ചിലേക്ക് കറണ്ട് ബില്ല് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാത്ത 3 എക്യുപ്മെന്റ്സ് ഉള്ളൂ. വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നില്ല, റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നില്ല, പിന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, നമുക്ക് നൈറ്റ് മുഴുവൻ ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് ഉച്ച നേരത്ത് നല്ല പോലെ
സൺലൈറ്റ് കിട്ടുന്ന ടൈമിൽ നല്ല വാട്ട്സിൽ പവർ സോളാർ പാനലിൽ നിന്ന് പവർ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാം, റെഫ്രിജറേറ്റർ ഇൻവെർട്ടർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാം. ഞാൻ ഈ രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഓവർലോഡൊന്നും കാണിച്ചില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം അതിനുള്ള പവർ ഔട്ട്പുട്ട് നൽകി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് നല്ലൊരു എഫിഷ്യൻസി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ മറ്റുള്ളവരും ഇതിലേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ല് നമുക്കറിയാം, എവിടേക്കാണ് പോണെന്ന് ഒരു പിടുത്തമില്ല. ആദ്യമൊക്കെ 500-600 രൂപ കറണ്ട് ബില്ല് വന്നിരുന്ന വീടുകളിൽ ഇപ്പോൾ 1000 എബോ ആണ് കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോബ്ലത്തിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു സിസ്റ്റം. ഇനി നമുക്ക് ഈ ഫുൾ സിസ്റ്റം, അതായത് ഇൻവെർട്ടർ പോലും ഇല്ലാത്തവർക്ക് ഈ സോളാർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ മാറാം, അതിന് എന്ത് ചെലവ് വരും നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 47,000 ചേഞ്ച് ആണ് നമ്മുടെ സോളാർ കം കണക്ടർ വരെ വിത്ത് വയർ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി വേണം, ഇൻവെർട്ടർ വേണം. ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരിക. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ 2 കിലോവാട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നൽകുന്ന ഒരു ഇൻവെർട്ടർ ആണ്. 2 കിലോവാട്ടെങ്കിലും വേണം നമുക്ക് ഒരു ഏവറേജ് വീടുകളിലേക്ക്. അപ്പൊ 2 കിലോവാട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പവർ ബാക്കപ്പ് ആണ്. പവർ ബാക്കപ്പിന് ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 150 ആഹ് രണ്ട് ബാറ്ററി സിസ്റ്റം ആണ്. 150 ആഹ് രണ്ട് ബാറ്ററി സിസ്റ്റം ഏകദേശം ഒരു പ്രൈസ് വന്നിട്ട് രണ്ടിനും കൂടെ ഒരു 35,000 പ്രതീക്ഷിക്കാം. ഇൻവെർട്ടറിന് ഒരു 10,000 ഉള്ളിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് 35 പ്ലസ് 10,000 പ്ലസ് 47,000 ചേഞ്ച്. അപ്പോൾ ടെക്നീഷ്യന് ഒരു 1,500 to 2,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓൾ ടുഗദർ നമുക്കൊരു 93,000 റുപ്പീസിന്റെ ഉള്ളിൽ നമുക്ക് ഒരു 2 കിലോവാട്ട് സിസ്റ്റം നമുക്ക് വീട്ടിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ബാറ്ററി വന്നിട്ട് നമുക്ക് 5 years വാറണ്ടി ഉണ്ട്. ഈവൻ പാനൽ വന്നിട്ട് ഒരു 25 years വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുമാതിരി എല്ലാ വീടുകളിലും ഇൻവെർട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് സോളാർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 50,000 ഉള്ളിൽ ഉള്ള എക്സ്പെൻസ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നല്ല വേനൽക്കാലത്താണെങ്കിൽ ഒരു 4 to 5 യൂണിറ്റ് ഡെയിലി ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് അറിവുള്ള കാര്യമാണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കമന്റ് ബോക്സിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകരിക്കും എന്ന് തോന്നുന്ന കണ്ടന്റ് ആണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. ഇനിയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ 50,000 റുപ്പീസിന്റെ ഉള്ളിൽ എങ്ങനെ വീട്ടിൽ ഒരു സോളാർ സിസ്റ്റം സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.